പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ. പ്രിയ സഹോദരങ്ങളെ, ഇന്ന് ഈ വെള്ളിയാഴ്ച ദിനത്തിലെ ഫാസ്റ്റിംഗ് ഒക്കെയാണ്, നോമ്പിൽ വെള്ളിയാഴ്ചയാണ്, കുരിശിൻ്റെ വഴിയൊക്കെ ചൊല്ലുമല്ലോ അല്ലേ. ഹല്ലേലൂയ. ഇന്ന് നമ്മൾ ധ്യാനിക്കുന്നത് 1 സാമുവേൽ 1:17. ഇവിടെ നമ്മൾ കാണുന്നത് ഹൃദയം നുറുങ്ങിയിട്ടുള്ള, ഹൃദയത്തിൽ നിന്ന് കണ്ണീരോടെയുള്ള പ്രാർത്ഥനയ്ക്ക് നേരെ സ്വർഗം ഇടപെടുന്നതാണ്. അവിടെ നമ്മൾ ഹന്ന കരഞ്ഞ് പ്രാർത്ഥിക്കുകയാണ്, ദൈവമേ എനിക്കൊരു കുഞ്ഞില്ല, എല്ലാവരും എന്നെ പരിഹസിക്കുകയാണ്. നമുക്കറിയാം പഴയ നിയമത്തിൽ കുഞ്ഞില്ലാത്ത അവസ്ഥ എന്ന് പറഞ്ഞൊരു ദൈവശാപത്തിൻ്റെ അവസ്ഥയായിട്ടാണ്. അപ്പോൾ എല്ലാവരും ഇന്ന് നമുക്ക് കുഞ്ഞ് വേണ്ട എന്ന് പറയുന്ന ഒരു കാലഘട്ടമാണ്. കുഞ്ഞൊന്നും ഞങ്ങൾക്ക് വേണ്ട, ഞങ്ങൾക്ക് വിവാഹം തന്നെ വേണ്ട എന്ന് പറയുന്ന ഒരു കാലഘട്ടം. അതുപോലെ പിശാച് ആ രീതിയിലേക്ക് നമ്മുടെ സമൂഹത്തെ കുറേയൊക്കെ അധപ്പതിപ്പിക്കുന്നതിൽ അവൻ വിജയിച്ചു എന്നുള്ളത് വാസ്തവമാണ്. എന്നാൽ പണ്ട് കാലത്ത് അങ്ങനെയായിരുന്നില്ല. അവർ ശരിക്കും കുഞ്ഞിന് വേണ്ടിയൊക്കെ അതുപോലെ ആഗ്രഹിച്ചായിരുന്നു. കുഞ്ഞില്ലാത്ത കണ്ണീരാണ് അവൾ ദേവാലയത്തിൽ സമർപ്പിച്ചത്. അപ്പോൾ പുരോഹിതനായ ഏലി പുരോഹിതൻ ഇതൊക്കെ കണ്ടു നിൽക്കുകയാണ്. അങ്ങനെ ശരിക്ക് അവസാനം ഏലി പുരോഹിതൻ പറയുകയാണ്. അപ്പോൾ ഏലി പുരോഹിതൻ പറഞ്ഞു, സമാധാനമായി പോകുക, ഇസ്രായേലിൻ്റെ ദൈവം നിൻ്റെ പ്രാർത്ഥന സാധിച്ചു തരട്ടെ. മോളെ, നിനക്കിത് കണ്ണീരും വിഷമൊക്കെയുണ്ട്, പക്ഷെ അതൊന്നും സാരമില്ല. ഇസ്രായേൽ, അത് ഒരു പുരോഹിതൻ്റെ ആശംസയാണ്. പ്രിയ സഹോദരങ്ങളെ, ഒരു പുരോഹിതൻ കരങ്ങൾ ഉയർത്തി അനുഗ്രഹിക്കുമ്പോൾ അത് സംഭവിക്കും. കാരണം പൗരോഹിത്യത്തെ സ്വർഗം ഉയർത്തിയിട്ടുള്ളത് ദൈവജനത്തെ ആശീർവദിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ദൈവജനം ചെയ്യുന്ന, ലോകം ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ഒരു പുരോഹിതൻ ചെയ്യാൻ പാടില്ല. നമ്മളത് പുരോഹിതരെ പ്രോത്സാഹിപ്പിക്കാനും പാടില്ല. അച്ഛൻ നന്നായിട്ട് പാട്ട്, ഭയങ്കര പാട്ടാണെന്ന് പറഞ്ഞിട്ട് ഗാനമേളയിൽ കൊണ്ടുപോയി നിർത്തിയിട്ട് അച്ഛനെ കൊണ്ട് പാടിപ്പിക്കരുത്. അല്ലെങ്കിൽ അച്ഛൻ ഭയങ്കര ഡാൻസറാണെന്ന് പറഞ്ഞിട്ട് അങ്ങനെ നമ്മൾ ആവശ്യമില്ലാത്ത പ്രോത്സാഹനം വൈദികർക്ക് കൊടുക്കരുത്. അതേസമയം പ്രിയ സഹോദരങ്ങൾ, ദേ ആർ സെറ്റ് അപ്പാർട്ട്, അവർ മാറ്റിവെക്കപ്പെട്ടവരാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവരുടെ കരങ്ങൾ ഉയർത്തി അവർ ദൈവജനത്തെ അനുഗ്രഹിക്കുമ്പോൾ ശരിക്കും പ്രിയ സഹോദരങ്ങളെ, സ്വർഗ്ഗം, അതാണ് നമ്മളിന്ന് ഏലി ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുമ്പോൾ ആ ജനത്തിനത് അനുഭവവേദ്യമാകാണ്. ഹന്നയുടെ ജീവിതത്തിൽ അത് സംഭവിക്കുകയാണ്. അവളുടെ ആ വന്യത കർത്താവ് അങ്ങോട്ട് നീക്കിക്കളയാണ്. ബ്ലെസ്സിങ്ങിൽ ഒരു ആശംസയെ പറയുന്നുള്ളൂ. അതാണ് ഒരു പുരോഹിതൻ്റെ കൃപ എന്ന് പറയുന്നത്. അതുകൊണ്ട് നമ്മുടെ പുരോഹിതരെ കൃപാജീവിതത്തിൽ വളർത്താനായിട്ട് എന്തൊക്കെയാണ് ചെയ്യാൻ പറ്റുമോ അതൊക്കെ നമ്മൾ ചെയ്യാനായിട്ട് പരിശ്രമിക്കണം. നമ്മളുടെ ഏതെങ്കിലും അച്ഛന്മാരിഞ്ഞ് ലോകത്തിലേക്ക് പോകാനുള്ള ഒരു ടെൻഡൻസി ഉണ്ട്. ഒരിക്കലും നമ്മളായിട്ട് അതിനെ പ്രോത്സാഹിപ്പിക്കരുത്. നമ്മൾ ചിലപ്പോൾ വെറുതെ ഒരു തംസപ്പിക്കുകയും കൊടുത്തിട്ടുണ്ടായിരിക്കും, പക്ഷെ അതൊക്കെ നമ്മുടെ ശരിക്കും നാശത്തിലേക്ക് തള്ളിയിടുന്ന രീതിയിലേക്കുള്ള പോക്കാണെങ്കിൽ നമ്മൾ ഒരിക്കലും അത് പ്രോത്സാഹിപ്പിക്കാനും പാടില്ല. കാരണം ദൈവസന്നിധിയിൽ, അതായത് ഒരു പൂവിനെ എടുത്തിട്ട് അൾത്താരയിൽ സമർപ്പിച്ചതാണ് പൗരോഹിത്യം. ഒരു പൂവിനെ എടുത്ത് അൾത്താരയിൽ സമർപ്പിച്ചതാണ് സന്യാസം. അതിൻ്റെ ശ്രേഷ്ഠതയ്ക്ക് ചേരാത്ത ഒന്നും നമ്മൾ പ്രോത്സാഹിപ്പിക്കരുത് എന്ന് സ്വർഗം ആഗ്രഹിക്കുന്നുണ്ട്. ഹല്ലേലൂയ. അപ്പോൾ എന്തുണ്ടാവും? അപ്പോൾ ശരിക്കും അങ്ങനെ പുരോഹിതർ കൃപയിലും അഭിഷേകത്തിലും വരുമ്പോൾ ശരിക്കും അവർ ദൈവജനത്തെ അനുഗ്രഹിക്കുമ്പോൾ ആ അനുഗ്രഹം അവരുടെ ജീവിതത്തിൽ, നമ്മുടെ ജീവിതത്തിൽ അത് അനുഭവമായിട്ട് മാറും. അത് സംഭവിക്കും. അത്തരത്തിലുള്ള ഒരു അഭിഷേകത്തിലേക്ക് നമുക്ക് ശരിക്കും പുരോഹിതർക്ക് വേണ്ടി ശക്തമായിട്ട് പ്രാർത്ഥിക്കാം. അതുപോലെ തന്നെ പൗരോഹിത്യത്തിൻ്റെ ആശീർവാദം, നമുക്കൊരു ബുദ്ധിമുട്ടും പ്രയാസമൊക്കെ വരുമ്പോൾ ഒരു പുരോഹിതൻ്റെ ആശീർവാദം തേടാനായിട്ട് നമ്മൾ മടിച്ചു നിൽക്കരുത്. നമ്മളൊരു പുരോഹിതൻ്റെ ആശീർവാദം, അച്ഛാ ഇന്ന് എൻ്റെ ബർത്ത്ഡേ ആണ് അച്ഛാ, എനിക്ക് കുറേ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്, അച്ഛനൊന്ന് ബ്ലെസ് ചെയ്യുമോ അച്ഛാ ഇന്ന് എനിക്ക് വലിയൊരു വിഷയമാണ്, എനിക്ക് എൻ്റെ ബിസിനസ് ഫേമിൽ പോകുമ്പോൾ ഒന്ന് വലിയൊരു പ്രശ്നമാണ്, വലിയൊരു ഗ്രൂപ്പിനെ ഞാൻ കൺഫ്രണ്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്, അച്ഛൻ ഒന്ന് ബ്ലെസ് ചെയ്ത് പ്രാർത്ഥിക്കുക അച്ഛാ എന്ന് സ്നേഹത്തോടെ അങ്ങനെ ഒരു പൗരോഹിത്യത്തിൻ്റെ ബ്ലെസ്സിങ് സ്വീകരിക്കത്തക്ക വിധത്തിൽ സ്വർഗ്ഗം നമ്മുടെ ജീവിതങ്ങളിൽ വ്യാപരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ.